പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിലെ ചർച്ചയിൽ ലോക്സഭയിൽ വാക്പോര്. പരസ്പരം കടന്നാക്രമിച്ച് കേന്ദ്ര സർക്കാരും പ്രതിപക്ഷവും. സ്ത്രീകളെ അപമാനിച്ച ആളാണ് പ്രഹ്ലാദ് ജോഷി എന്ന് പ്രിയങ്ക. सर जो प्रहलाद जोशी जी ने बिल्किस बानो के बलात्कारियों की रिहाई पर जो बयान दिए उसका प्रमाण मैं आपको दे दूंगी. मैं भेज UPA സർക്കാരിന്റെ കാലത്തെ ചോദ്യപേപ്പർ ചോർച്ച ആയുധമാക്കി ഭരണപക്ഷം. CJP പ്രവർത്തകർക്കെതിരായ പോലീസ് നടപടിയിൽ സ്വതന്ത്ര അന്വേഷണം വേണമെന്ന് സുപ്രീം കോടതി. സംസ്ഥാന ഘടകത്തെ രൂക്ഷമായി വിമർശിച്ച് CPM കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട്. നേതാക്കളുടെ പൊതുവേദിയിലെ സംസാരങ്ങളിൽ ജാഗ്രതക്കുറവുണ്ടായി. ആഗോള അയ്യപ്പ സംഗമത്തിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെ സന്ദേശം വായിച്ചത് തെറ്റ്. വെള്ളാപ്പള്ളിയെ ഉചിതമായി തള്ളിപ്പറഞ്ഞില്ല. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നുവെന്നും കേന്ദ്ര കമ്മിറ്റി. KK ശൈലജയെ മണ്ഡലം മാറ്റിയതിലും വിമർശനം. ADGP MR അജിത് കുമാറിന് CAT-യിൽ തിരിച്ചടി. സസ്പെൻഷൻ ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ സ്റ്റേ അനുവദിച്ചില്ല. നടപടിയിൽ ചട്ടം പാലിച്ചില്ലെന്ന വാദം തള്ളി. DGP ആവാൻ അജിത് കുമാർ യോഗ്യനല്ല എന്ന സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ സർക്കാർ. വടകര MDMA കേസിൽ ഒരു അധ്യാപിക കൂടി അറസ്റ്റിൽ. പിടിയിലായത് BRC-യിലെ അധ്യാപിക നീഷ്മ. നിർണായകമായത് അറസ്റ്റിലായ അധ്യാപകരിൽ നിന്ന് ലഭിച്ച വിവരം. ലഹരി മാഫിയുമായി ബന്ധം പുലർത്തിയിരുന്നത് ഇൻസ്റ്റഗ്രാം വഴി. കേസിൽ കൂടുതൽ പ്രതികളുണ്ടെന്നും വിവരം. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വീഡിയോ ഫേസ്ബുക്കിൽ ബ്ലോക്ക് ചെയ്തതിൽ കേന്ദ്ര സർക്കാരിനോട് മാപ്പ് പറഞ്ഞ് മെറ്റ. സാങ്കേതിക തകരാർ മൂലമെന്ന് വിശദീകരണം. ഫേസ്ബുക്ക് എല്ലാ അതിരുകളും ലംഘിച്ചുവെന്ന് BJP. ഇറാൻ അഭ്യർത്ഥിച്ചതിനാലാണ് സമാധാന ചർച്ചകൾ പുനരാരംഭിച്ചതെന്ന് ഡൊണാൾഡ് ട്രംപ്. വൈകിയാൽ വൻ ആക്രമണമെന്ന മുന്നറിയിപ്പ്. യാചന തങ്ങളുടെ രക്തത്തിൽ ഇല്ല എന്ന് ഇറാന്റെ മറുപടി. നെതന്യാഹു ഇന്ന് വൈറ്റ് ഹൌസിൽ. സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദും കിഴക്കൻ പ്രവിശ്യയിലെ എണ്ണ ശുദ്ധീകരണശാലകളും ലക്ഷ്യമിട്ട് ഡ്രോൺ ആക്രമണം. ജപ്പാനിൽ ഭൂചലനവും സുനാമി മുന്നറിയിപ്പും. നിരവധി പേർക്ക് പരിക്കുണ്ടെന്നും കെട്ടിടങ്ങൾ തകർന്നുവെന്നും ജപ്പാൻ പ്രധാനമന്ത്രി. തീരമേഖലയിലുള്ളവരോട് മാറി താമസിക്കാൻ നിർദ്ദേശം. യൂറോപ്പിനെ വിഴുങ്ങി കാട്ടുതീ. ഫ്രാൻസിലെ പ്രധാന നഗരമായ ബോർഡോയ്ക്ക് 15 കിലോമീറ്റർ അകലെ തീയെത്തി. ഫ്രാൻസിൽ നശിച്ചത് 98,000 ഹെക്ടർ വനഭൂമി. സ്പെയിനിൽ 1.3 ലക്ഷം ഹെക്ടർ, ഒഴിപ്പിച്ചത് 3.5 ലക്ഷം പേരെ.